ഓവർസിയർ റിവിഷൻ സീരീസിൻ്റെ 17-ാം ഭാഗം വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ഒരു ഭാഗത്ത് നമ്മൾ മുൻപ് നടന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ, അതായത് PWD ഇറിഗേഷൻ 3rd ഗ്രേഡിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട കുറച്ച് ചോദ്യങ്ങളും അതുകൂടാതെ നിമിയുടെ ക്വസ്റ്റ്യൻ ബാങ്കിൽ നിന്നുമുള്ള ബിൽഡിംഗ് കൺസ്ട്രക്ഷനിലെ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, ഗ്രോസ് ഇൻകം മൈനസ് ഔട്ട് ഗോയിങ്സ് ഈസ് ഈക്വൽ ടു. ഗ്രോസ് ഇൻകത്തിൽ നിന്നും ഔട്ട് ഗോയിങ്സ് കുറച്ചാൽ നമുക്ക് കിട്ടുന്നത് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഗ്രോസ് ഇൻകം മൈനസ് ഔട്ട് ഗോയിങ്സ് ഈസ് ഈക്വൽ ടു നമുക്കറിയാം നെറ്റ് ഇൻകം ആണ്. അതിനെ തന്നെയാണ് നമ്മൾ നെറ്റ് റിട്ടേൺ എന്നും പറയുന്നത്. അപ്പോൾ കറക്റ്റ് ഓപ്ഷൻ വരുന്നത് ബോത്ത് എ ആൻഡ് ബി എന്നുള്ളതാണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഗ്രോസ് ഇൻകം മൈനസ് ഔട്ട് ഗോയിങ്സ് ഈസ് ഈക്വൽ ടു നെറ്റ് ഇൻകം അല്ലെങ്കിൽ നെറ്റ് റിട്ടേൺ ആണ്. എ സെമി കൊറുഗേറ്റഡ് ഓർ ടഫോർഡ് ഷീറ്റ് ഹാസ് എ സ്റ്റാൻഡേർഡ് വിഡ്ത്ത് ഓഫ്. ഒരു സെമി കൊറുഗേറ്റഡ് അല്ലെങ്കിൽ ടഫോർഡ് ഷീറ്റിൻ്റെ സ്റ്റാൻഡേർഡ് വിഡ്ത്ത് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് 0.9 മീറ്റർ, 1 മീറ്റർ, 1.05 മീറ്റർ, 1.10 മീറ്റർ. ഒരു സെമി കൊറുഗേറ്റഡ് അല്ലെങ്കിൽ ടഫോർഡ് ഷീറ്റിൻ്റെ സ്റ്റാൻഡേർഡ് വിഡ്ത്ത് എന്നുള്ളത് 1.10 മീറ്റർ ആണ്. 1.1 മീറ്റർ ആണ് ഒരു സെമി കൊറുഗേറ്റഡ് അല്ലെങ്കിൽ ടഫോർഡ് ഷീറ്റിൻ്റെ സ്റ്റാൻഡേർഡ് വിഡ്ത്ത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പെയിൻറ്റിംഗ് കോഎഫിഷ്യൻറ്റ് ഫോർ പാർട്ട്ലി പാനൽഡ് ആൻഡ് പാർട്ട്ലി ഗ്ലേസ്ഡ് ഓർ ഗേജ്ഡ് ഡോർസ് ആൻഡ് വിൻഡോസ്. പാർട്ട്ലി പാനൽഡ് അല്ലെങ്കിൽ പാർട്ട്ലി ഗ്ലേസ്ഡ് ആയിട്ടുള്ള ഡോർ അല്ലെങ്കിൽ വിൻഡോസിൻ്റെ പെയിൻറ്റിംഗ് കോഎഫിഷ്യൻറ്റ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പാർട്ട്ലി പാനൽഡ് അല്ലെങ്കിൽ പാർട്ട്ലി ഗ്ലേസ്ഡ് ഡോർസ് അല്ലെങ്കിൽ വിൻഡോസിൻ്റെത്. ഓപ്ഷൻസ് 2 and 1/4 times 1 surface area for both sides, 1 time 1 surface area for both sides, 3 times 1 surface area for both sides, 2 times 1 surface area for both sides. ബോത്ത് സൈഡ്സിൻ്റെത് പാർട്ട്ലി പാനൽഡ് ആൻഡ് പാർട്ട്ലി ഗ്ലേസ്ഡ് ഡോർ അല്ലെങ്കിൽ വിൻഡോസ് 2 times 1 സർഫസ് ഏരിയ ഫോർ ബോത്ത് സൈഡ്സ് ആണ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ മെഷറിംഗ് ഫോം വർക്ക് നോ ഡിഡക്ഷൻ ഈസ് മെയ്ഡ് ഫോർ ഓപ്പണിംഗ് അപ് ടു. ഫോം വർക്കിൻ്റെ മെഷർമെൻറ്റ്സിൽ നമ്മൾ ഏതാണ് ഡിഡക്ഷൻ ചെയ്യാത്തത്? IS 1200 പാർട്ട് 5 എന്നുള്ളത് ഫോം വർക്കിൻ്റെ മെഷർമെൻറ്റുമായി ബന്ധപ്പെട്ടതാണ്. ഇപ്പോൾ ഫോം വർക്ക് മെഷർമെൻറ്റിൽ നോ ഡിഡക്ഷൻ ചെയ്യുന്നത് ഏത് ഏരിയയിലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇൻ മെഷറിംഗ് ഫോം വർക്ക് നോ ഡിഡക്ഷൻ ഈസ് മെയ്ഡ് ഫോർ ഓപ്പണിംഗ് അപ് ടു. ഓപ്ഷൻസ് 1 സ്ക്വയർ മീറ്റർ, 0.5 സ്ക്വയർ മീറ്റർ, 0.4 സ്ക്വയർ മീറ്റർ, 0.7 സ്ക്വയർ മീറ്റർ. ആൻസർ 0.4 സ്ക്വയർ മീറ്റർ ആണ്. ഇൻ മെഷറിംഗ് ഫോം വർക്ക് നോ ഡിഡക്ഷൻ ഈസ് മെയ്ഡ് ഫോർ ഓപ്പണിംഗ് അപ് ടു 0.4 സ്ക്വയർ മീറ്റർ. Next question, dash estimate is required to decide the financial position and policy for administrative sanction by the competent administrative authority. അഡ്മിനിസ്ട്രേറ്റീവ് അതോറിറ്റിയിൽ നിന്നും അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ ലഭിക്കുന്നതിനായി നമ്മൾ കൊടുക്കുന്ന എസ്റ്റിമേറ്റ് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ്, റിവൈസ്ഡ് എസ്റ്റിമേറ്റ്, അപ്രോക്സിമേറ്റ് എസ്റ്റിമേറ്റ്, ഓൾ ഓഫ് ദി എബവ്. Dash estimate is required to decide the financial position and policy for administrative sanction by the competent administrative authority. അഡ്മിനിസ്ട്രേറ്റീവ് അതോറിറ്റിക്ക് നമ്മൾ ഫിനാൻഷ്യൽ പൊസിഷൻ അല്ലെങ്കിൽ അതിൻ്റെ സാങ്ഷൻ ലഭിക്കുന്നതിന് വേണ്ടി കൊടുക്കുന്ന എസ്റ്റിമേറ്റ് അപ്രോക്സിമേറ്റ് എസ്റ്റിമേറ്റ് ആണ്. അപ്രോക്സിമേറ്റ് എസ്റ്റിമേറ്റ് ആണ് നമ്മൾ അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷന് വേണ്ടി കൊടുക്കേണ്ടതായിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the multiplying factor which when multiplied by the net income gives capitalized value of the property of the present time. നെറ്റ് ഇൻകത്തിനോടൊപ്പം ഏത് മൾട്ടിപ്ലൈയിങ് ഫാക്ടർ കൊണ്ട് ഗുണിക്കുമ്പോഴാണ് നമുക്ക് നിലവിലെ ക്യാപിറ്റലൈസ്ഡ് വാല്യൂ കിട്ടുന്നത്? ഒരു വസ്തുവിൻ്റെ ക്യാപിറ്റലൈസ്ഡ് വാല്യൂ കിട്ടുന്നതിനായി നമ്മൾ ഏതിനോടൊപ്പമാണ് നെറ്റ് ഇൻകം മൾട്ടിപ്ലൈ ചെയ്യുന്നത്? അപ്പോൾ നെറ്റ് ഇൻകം മൾട്ടിപ്ലൈ ചെയ്യുന്നത് ആരോടൊപ്പം മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ലഭിക്കും? ഓപ്ഷൻസ് ഇയേഴ്സ് പർച്ചേസ്, സിങ്കിങ് ഫണ്ട്, ക്യാപിറ്റൽ കോസ്റ്റ്, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ദി മൾട്ടിപ്ലൈയിങ് ഫാക്ടർ
which when multiplied by the net income gives capitalized value of the property of the present time is years purchase. ഇയേഴ്സ് പർച്ചേസ് ആണ് ആ ഒരു മൾട്ടിപ്ലൈയിങ് ഫാക്ടറായിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എർത്ത് വർക്ക് ഫോർ ഓപ്പൺ വെൽ എക്സ്കവേഷൻ ഓഫ് ഡയമീറ്റർ 6 meter. The rate increased for the first 1.5 meter depth after the initial depth of 1.5 meter. ആദ്യത്തെ 1.5 മീറ്റർ ഡെപ്തിന് ശേഷം 6 മീറ്റർ ഡയമീറ്റർ ഉള്ള ഒരു ഓപ്പൺ വെൽ എക്സ്കവേഷൻ്റെ നെക്സ്റ്റ് 1.5 മീറ്റർ, അതായത് ഫസ്റ്റ് 1.5 മീറ്ററിന് എത്ര ശതമാനമാണ് നമ്മൾ പെർസെൻറ്റേജ് ഇൻക്രീസ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് 25%. എർത്ത് വർക്ക് ഫോർ ഓപ്പൺ വെൽ എക്സ്കവേഷൻ ഓഫ് ഡയമീറ്റർ 6 meter. ദി റേറ്റ് ഇൻക്രീസ്ഡ് ഫോർ ദി ഫസ്റ്റ് 1.5 മീറ്റർ ഡെപ്ത് ആഫ്റ്റർ ദി ഇനീഷ്യൽ ഡെപ്ത് ഓഫ് 1.5. ആദ്യത്തെ 1.5 മീറ്ററിന് ശേഷം വരുന്ന ഫസ്റ്റ് 1.5 മീറ്ററിന് നമ്മൾ 25% റേറ്റ് ഇൻക്രീസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പിക്കപ്പ് ദി റൈറ്റ് സ്റ്റേറ്റ്മെൻറ്റ് റിഗാർഡിംഗ് ദി ഡിഡക്ഷൻ ഇൻ പ്ലാസ്റ്ററിംഗ്. പ്ലാസ്റ്ററിങ്ങുമായി ബന്ധപ്പെട്ട കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് തിരഞ്ഞെടുക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. നോ ഡിഡക്ഷൻ മെയ്ഡ് ഓൺ ഏരിയ ഓഫ് ഓപ്പണിംഗ് എക്സീഡിംഗ് 3 meter square. Deductions are made on area of openings of 0.5 meter square. Deductions made on one side for area of opening 0.5 meter square to 3 meter square. Deduction on both sides are made for area of opening of 0.5 meter square. അപ്പോൾ ഇത് വായിക്കുമ്പോൾ തന്നെ നമുക്കതിൻ്റെ ആൻസർ കിട്ടും. കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി ആണ്. ഡിഡക്ഷൻസ് മെയ്ഡ് ഓൺ വൺ സൈഡ് ഫോർ ഏരിയ ഓഫ് ഓപ്പണിംഗ് 0.5 meter square to 3 meter square. 0.5 meter square വരെ നമ്മൾ യാതൊരു തരത്തിലുള്ള ഡിഡക്ഷനും കൊടുക്കുന്നില്ല. 0.5 to 3 meter square വരെ നമ്മൾ വൺ സൈഡ് ഡിഡക്റ്റ് ചെയ്യുന്നു. 3 meter square മുകളിലാണെങ്കിൽ 2 സൈഡും ഡിഡക്റ്റ് ചെയ്യുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് ദി പേയ്മെൻറ്റ്സ് ഓഫ് ആനുവിറ്റി കണ്ടിന്യൂ ഫോർ എ ഇൻഡെഫിനിറ്റ് പീരീഡ് ഇറ്റ് ഈസ് നോൺ ആസ്. നമ്മൾ പേയ്മെൻറ്റ് ഓഫ് ആനുവിറ്റി ഇൻഡെഫിനിറ്റ് പീരീഡിലേക്ക് നീണ്ടുപോവുകയാണെങ്കിൽ അത്തരം ആനുവിറ്റിയെ വിളിക്കുന്ന പേര് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇഫ് ദി പേയ്മെൻറ്റ്സ് ഓഫ് ആനുവിറ്റി കണ്ടിന്യൂ ഫോർ എ ഇൻഡെഫിനിറ്റ് പീരീഡ് ഇറ്റ് ഈസ് നോൺ ആസ് പെർപെച്വൽ ആനുവിറ്റി. അതിനെ വിളിക്കുന്ന പേരാണ് പെർപെച്വൽ ആനുവിറ്റി. ഇൻഡെഫിനിറ്റ് പീരീഡിലേക്കാണ് ആനുവിറ്റി കണ്ടിന്യൂ ചെയ്യുന്നതെങ്കിൽ അത് പെർപെച്വൽ ആനുവിറ്റി എന്നാണ് അറിയപ്പെടുന്നത്. ഫോർ ദി സപ്ലൈ ഓഫ് സ്റ്റിഫ് പെയിൻറ്റ് യൂണിറ്റ് ഓഫ് മെഷർമെൻറ്റ് ഇൻ MKS സിസ്റ്റം. സ്റ്റിഫ് പെയിൻറ്റിൻ്റെ മെഷർമെൻറ്റ് ഏത് യൂണിറ്റിലാണ് ചെയ്യുന്നത്? MKS സിസ്റ്റത്തിലെ യൂണിറ്റ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സ്റ്റിഫ് പെയിൻറ്റിൻ്റെ MKS സിസ്റ്റത്തിലെ യൂണിറ്റ് ഓഫ് മെഷർമെൻറ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് ലിറ്റർ, പെർ ബോട്ടിൽ, കിലോഗ്രാം, നൺ ഓഫ് ദിസ്. ഫോർ ദി സപ്ലൈ ഓഫ് സ്റ്റിഫ് പെയിൻറ്റ് യൂണിറ്റ് ഓഫ് മെഷർമെൻറ്റ് ഇൻ MKS സിസ്റ്റം ഈസ് കിലോഗ്രാം. For the supply of stiff paint, unit of measurement in MKS system is kilogram. Next question, the ratio of long to short dashes in a chain line ranges from. ഒരു ചെയിൻ ലൈനിൽ ലോങ് ഡാഷും ഷോർട്ട് ഡാഷുമാണ് ഉള്ളത്. ആ ലോങ് ഡാഷിൻ്റെയും ഷോർട്ട് ഡാഷിൻ്റെയും റേഷ്യോ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. The ratio of long to short dashes in a chain line ranges from 6:1 to 4:1. The ratio of long to short dashes in a chain line ranges from 6:1 to 4:1. Next question, what is the maximum safe bearing capacity of hard rock without defect? ഒരു ഹാർഡ് റോക്ക്, യാതൊരു തരത്തിലുള്ള ഡിഫക്റ്റും ഇല്ലാത്ത ഒരു ഹാർഡ് റോക്കിൻ്റെ സേഫ് ബിയറിംഗ് കപ്പാസിറ്റി എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. യൂണിറ്റ് ടൺ പെർ മീറ്റർ സ്ക്വയറിലാണ്. യൂണിറ്റ് ടൺ പെർ മീറ്റർ സ്ക്വയറിലാണ്. ഓപ്ഷൻസ് 250, 270, 300, 330. ദി മാക്സിമം സേഫ് ബിയറിംഗ് കപ്പാസിറ്റി ഓഫ് ഹാർഡ് റോക്ക് എന്ന് പറയുന്നത് 330 ആണ്. 330 ടൺ പെർ മീറ്റർ സ്ക്വയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി സൂപ്പർ ഇമ്പോസ്ഡ് മെറ്റീരിയൽ ലോഡ് ഫോർ ഓഫീസ് ആൻഡ് ചർച്ചസ്? ഓഫീസസിൻ്റെയും ചർച്ചസിൻ്റെയും സൂപ്പർ ഇമ്പോസ്ഡ് മെറ്റീരിയൽ ലോഡ് എത്രയായാണ് നമ്മൾ എടുക്കുന്നത്? യൂണിറ്റ് കിലോഗ്രാം പെർ മീറ്റർ സ്ക്വയറിലാണ്. വാട്ട് ഈസ് ദി സൂപ്പർ ഇമ്പോസ്ഡ് മെറ്റീരിയൽ ലോഡ് ഫോർ
office and churches? Options 400, 350, 300, 250. സൂപ്പർഇമ്പോസ്ഡ് മെറ്റീരിയൽ ലോഡ് ഫോർ ഓഫീസ് ആൻഡ് ചർച്ചസ് എന്നുള്ളത് 400 കിലോഗ്രാം പെർ മീറ്റർ സ്ക്വയർ ആണ്. ദി സൂപ്പർഇമ്പോസ്ഡ് മെറ്റീരിയൽ ലോഡ് ഫോർ ഓഫീസ് ആൻഡ് ചർച്ചസ് 400 കിലോഗ്രാം പെർ മീറ്റർ സ്ക്വയർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി ഷോർ ഹാവിംഗ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി പാരലൽ വാൾസ് ഈസ് 9 മീറ്റർ ടു 12 മീറ്റർ. പാരലൽ വാൾസിൻ്റെ ഡിസ്റ്റൻസ് 9 മീറ്റർ മുതൽ 12 മീറ്റർ വരെ ആകുകയാണെങ്കിൽ രണ്ട് പാരലൽ വാൾസിൻ്റെ അകലം 9 മീറ്റർ ടു 12 മീറ്റർ വരെ ആകുകയാണെങ്കിൽ അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഷോർ ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വാട്ട് ഈസ് ദി ഷോർ ഹാവിംഗ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി പാരലൽ വാൾസ് ഈസ് 9 മീറ്റർ ടു 12 മീറ്റർ. ഓപ്ഷൻസ് റാക്കിംഗ് ഷോർ, സിംഗിൾ ഫ്ലൈയിങ് ഷോർ, ഡബിൾ ഫ്ലൈയിങ് ഷോർ, ഡെഡ് ഷോർ. ദി ഷോർ ഹാവിംഗ് the distance between the parallel walls is 9 meter to 12 meter is double flying shore. 9 meter to 12 meter wall അകലം വരുമ്പോഴേക്കും രണ്ട് വാൾസ് തമ്മിലുള്ള അകലം 9 മീറ്റർ ടു 12 മീറ്റർ വരെയൊക്കെ ആണെങ്കിൽ നമ്മൾ ഡബിൾ ഫ്ലൈയിങ് ഷോർ ആണ് കൊടുക്കുന്നത്. വാട്ട് ഈസ് ദി പൈലിംഗ് മെത്തേഡ് ക്യാരിഡ് ഔട്ട് ഫോർ ട്രെഞ്ചസ് എബൌട്ട് 10 മീറ്റർ ഡെപ്ത് ഇൻ സോഫ്റ്റ് ഗ്രൗണ്ട്സ്? What is the piling method carried out for trenches about 10 meter depth in soft grounds? ഏത് പൈലിംഗ് മെത്തേഡാണ് നമ്മൾ 10 മീറ്റർ ഡെപ്ത് വരെ സോഫ്റ്റ് ഗ്രൗണ്ട്സിൽ കൊടുക്കുന്നത്? ഓപ്ഷൻസ് ഷീറ്റ് പൈലിംഗ്, സ്റ്റേ ബ്രേസിംഗ്, ബോക്സ് ഷീറ്റിംഗ്, വെർട്ടിക്കൽ പൈലിംഗ്. ദി പൈലിംഗ് മെത്തേഡ് ക്യാരിഡ് ഔട്ട് ഫോർ ട്രെഞ്ചസ് എബൌട്ട് 10 മീറ്റർ ഡെപ്ത് ഇൻ സോഫ്റ്റ് ഗ്രൗണ്ട്സ് എന്നുള്ളത് ഷീറ്റ് പൈലിംഗ് ആണ്. ഷീറ്റ് പൈലിംഗ് ആണ് ആൻസർ വരുന്നത്. Next question, what is the distance between the single row standards in a single scaffolding? ഒരു സിംഗിൾ സ്കഫോൾഡിങ്ങിലെ സ്റ്റാൻഡേർഡ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വാട്ട് ഈസ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സ്റ്റാൻഡേർഡ്സ് ഇൻ സിംഗിൾ സ്കഫോൾഡിങ്? സിംഗിൾ സ്കഫോൾഡിങ്ങിലെ സ്റ്റാൻഡേർഡ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് 1.2 മീറ്റർ ആണ്. 1.2 മീറ്റർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, what is the name of member that support the boards in the centering of arches? ആർച്ചസിൻ്റെ സെൻറ്ററിങ്ങിൽ ബോർഡ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന മെമ്പർ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വാട്ട് ഈസ് ദി നെയിം ഓഫ് മെമ്പർ ദാറ്റ് സപ്പോർട്ട് ദി ബോർഡ്സ് ഇൻ ദി സെൻറ്ററിങ് ഓഫ് ആർച്ചസ്? ഇറ്റ് ഈസ് പ്രോപ്സ് ആണ്. പ്രോപ്പാണ് ബോർഡുകളെ സപ്പോർട്ട് ചെയ്യുന്ന മെമ്പർ. വാട്ട് ഈസ് ദി എക്കണോമിക്കൽ സ്പാൻ ഫോർ കോളാർ ബീം റൂഫ്? കോളാർ ബീം റൂഫിൻ്റെ എക്കണോമിക്കലായിട്ടുള്ള സ്പാൻ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വാട്ട് ഈസ് ദി എക്കണോമിക്കൽ സ്പാൻ ഫോർ കോളാർ ബീം റൂഫ്? ഓപ്ഷൻസ് 5.5 മീറ്റർ, 5 മീറ്റർ, 4.7 മീറ്റർ, 4.3 മീറ്റർ. ദി എക്കണോമിക്കൽ സ്പാൻ ഫോർ കോളാർ ബീം റൂഫ് ഈസ് 5 മീറ്റർ. ഓപ്ഷൻസിൽ 5 മീറ്റർ ആണ് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, what is the ratio of cement mortar used to fix tiles on floor? ഫ്ലോറിൽ ടൈൽസ് ഫിക്സ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന സിമെൻറ്റ് മോർട്ടാറിൻ്റെ റേഷ്യോ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വാട്ട് ഈസ് ദി റേഷ്യോ ഓഫ് സിമെൻറ്റ് മോർട്ടാർ യൂസ്ഡ് ടു ഫിക്സ് ടൈൽസ് ഓൺ ഫ്ലോർ? ഓപ്ഷൻസ് 1:2, 1:1, 1:3, 1:4. The ratio of cement mortar used to fix tiles on floor is 1:1. 1:1 ആണ് സിമെൻറ്റ് മോർട്ടാർ റേഷ്യോ. Which floor wax is applied in which floor wax is applied as a final coat of polishing to get glossy surface? ഏത് ഫ്ലോറിലാണ് നമ്മൾ ഒരു ഫൈനൽ കോട്ടായിട്ട് വാക്സ് അപ്ലൈ ചെയ്യുന്നത്? പോളിഷിങ്ങിനായി വാക്സ് അപ്ലൈ ചെയ്യുന്ന ഒരു ഗ്ലോസി സർഫസ് കിട്ടാൻ ഏത് ഫ്ലോറിലാണ് നമ്മൾ വാക്സ് അപ്ലൈ ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് മൊസൈക് ഫ്ലോർ, ടെറാസോ ഫ്ലോർ, ഫ്ലാഗ് സ്റ്റോൺ ഫ്ലോർ, ഗ്രാനോലിത്തിക് ഫ്ലോർ. ഏത് ഫ്ലോറിലാണ് ഒരു പോളിഷിംഗ് അല്ലെങ്കിൽ ഗ്ലാസി സർഫസ് കിട്ടുന്നതിന് വേണ്ടി വാക്സ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്? ആൻസർ ടെറാസോ ഫ്ലോർ ആണ്. ടെറാസോ ഫ്ലോറിലാണ് നമ്മൾ വാക്സ് ഫൈനൽ കോട്ടായി അപ്ലൈ ചെയ്യുന്നത്. വാട്ട് ഈസ് ദി സൈസ് ഓഫ് ഓപ്പണിംഗ് ഫോർ ഡെസിഗ്നേഷൻ
6WS12. വിൻഡോയെ 6WS12 എന്ന് ഡെസിഗ്നേറ്റ് ചെയ്താൽ അതിൻ്റെ ഓപ്പണിംഗ് സൈസ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 6WS12 എന്നാൽ 600/12 1200 എന്നുള്ളതാണ്. 6 600നെയും 12 1200നെയുമാണ് സൂചിപ്പിക്കുന്നത്. What is the stage of anti-termite treatment done before laying the floor? Entire leveled surfaces are treated at a rate of 5 liters of emulsion per meter square. ഏത് സ്റ്റേജിലാണ് ആൻറ്റി ടെർമൈറ്റ് ട്രീറ്റ്മെൻറ്റിൻ്റെ ഏത് സ്റ്റേജിലാണ് നമ്മൾ ലെവൽ ചെയ്തിരിക്കുന്ന സർഫസിൽ ഫ്ലോർ കവറിങ് കൊടുക്കുന്നതിന് മുൻപ് ലെവൽഡ് സർഫസിൽ 1 മീറ്റർ സ്ക്വയറിൽ 5 ലിറ്റർ എന്ന കണക്കിന് എമൽഷൻ കൊടുക്കുന്നത്? വാട്ട് ഈസ് ദി സ്റ്റേജ് ഓഫ് ആൻറ്റി ടെർമൈറ്റ് ട്രീറ്റ്മെൻറ്റ് ഡൺ ബിഫോർ ലേയിങ് ദി ഫ്ലോർ? എൻറ്റയർ ലെവൽഡ് സർഫസസ് ആർ ട്രീറ്റഡ് അറ്റ് എ റേറ്റ് ഓഫ് 5 ലിറ്റർ ഓഫ് എമൽഷൻ പെർ മീറ്റർ സ്ക്വയർ. അത് അപ്ലൈ ചെയ്യുന്ന സ്റ്റേജ് മൂന്നാമത്തെ സ്റ്റേജാണ്, തേർഡ് സ്റ്റേജിലാണ് നമ്മൾ കൊടുക്കുന്നത്. ആൻറ്റി ടെർമൈറ്റ് ട്രീറ്റ്മെൻറ്റിൻ്റെ മൂന്നാമത്തെ സ്റ്റേജിലാണ് 1 മീറ്റർ സ്ക്വയറിൽ 5 ലിറ്റർ ഓഫ് എമൽഷൻ എന്ന കണക്കിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഇത്രയും ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. തുടർന്നും കൂടുതൽ ചോദ്യങ്ങളുമായി അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.